എടേ നമ്മൾ ഇന്ത്യക്കാരുടെ ഗതിയുടെ ആലോചിച്ച് നോക്കിയേ. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ്, അതും ടാക്സ് കൊടുത്തിട്ടുള്ള കാശാണ്. ആ കാശ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടിട്ടിട്ട് അതിനകത്തുനിന്ന് വെറും ഒരു 10 ലക്ഷം രൂപ ഒരു വർഷത്തിൽ നമ്മൾ കാശ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മുടെ പേര് ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്തിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ പേരിൽ ചെറിയ എന്തെങ്കിലും ഒരു സസ്പീഷ്യസ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഡയറക്റ്റിന് റെയ്ഡ് വരും. റെയ്ഡ് വന്നിട്ട് നമ്മുടെ വീട്ടിൽ ഫിസിക്കലി എന്തെങ്കിലും കാശ് ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് കാണിക്കണം. പ്രൂഫ് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു എമൗണ്ടിന് ഏകദേശം 84% ഇനി ടാക്സ് അടക്കേണ്ടത് നമ്മൾ. അത് മാത്രമല്ല, നാട്ടിൽ ഇനി പ്രോപ്പർട്ടി മേടിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇനി വെറും 20,000 ഇന്ത്യൻ റുപ്പീസിൻ്റെ ട്രാൻസാക്ഷൻ പോലും, കാശ് ട്രാൻസാക്ഷൻ പോലും നമുക്കിനി ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞ 5 വർഷം നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം 1 മില്യൺ ഇന്ത്യക്കാരാണ് നമ്മുടെ നാട് വിട്ട് പോയേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണ്ടാന്ന് പറഞ്ഞ് പോയേക്കുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ടാക്സിൻ്റെ പ്രശ്നങ്ങളാണ്. വേറൊന്നുമല്ല, ഒരു നാട് റൺ ചെയ്യണമെങ്കിൽ ശരിയാണ് ടാക്സ് വേണം. പക്ഷേ നാട്ടിലുള്ള ആൾക്കാരെ ഇത് കണക്ക് മുടിച്ചുകൊണ്ട് ഒരിക്കലും ടാക്സ് മേടിക്കരുത്. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. കാരണം വേറൊന്നുമല്ല, ഞാൻ നിൽക്കുന്നത് ദുബായിലാണ്. ദുബായിൽ 1 രൂപ പോലും ടാക്സ് ഇല്ലാത്തൊരു സിറ്റിയാണ്.